ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു മെഴ്സിഡീസ് ബെൻസിൻ്റെ ഒരു ലെജൻഡറി ഐറ്റത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു വിൻറ്റേജ് വണ്ടിയാണ്. അപ്പോൾ ഏതാണെന്ന് നിങ്ങൾ തമ്മിലൊക്കെ കണ്ട് വന്നായിരിക്കും, എന്തായാലും അറിയുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മെഴ്സിഡീസ് ബെൻസിൻ്റെ ലെജൻഡറി മോഡലായിട്ടുള്ള W123 ആണ് നമ്മൾ. നമ്മുടെ മുന്നിൽ കിടക്കുന്ന 1985 മോഡല് മെഴ്സിഡീസ് ബെൻസ് W123 ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ലുക്കാണ് ഇതിൻ്റെ ഒരു മാരകം എന്ന് പറഞ്ഞത്. കാരണം ഒരു പ്രസൻസാണ്. കാരണം എവിടെ ഞാനിപ്പോൾ ഇത് അരീക്കോടുള്ള വണ്ടിയാണിത്, മലപ്പുറം അരീക്കോടുള്ളതാണ്. അപ്പോൾ ഈ അരീക്കോട് ടൗണിലൂടെ ഇപ്പോൾ വണ്ടിയിൽ കുറേ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ടാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് കിട്ടിയ ഒരു റോഡ് പ്രസൻസ് ഭയങ്കര തന്നെയാണെന്ന് പറയാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഫ്രണ്ടിലായിട്ട് വരികയാണെങ്കിൽ അവർ ലോങ് ഹുഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിനെ കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഇത് മെഴ്സിഡീസ് ബെൻസ് അന്ന് നമ്മൾ കാണുന്ന ഈ ഒരു സ്റ്റാൻഡേർഡ് ലെങ്ത്ത് വരുന്ന വാഹനം, അതേപോലെ തന്നെ ഒന്ന് ലോങ് വീൽ ബേസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ഡോറൊക്കെ നല്ല സ്പേസ് വരുന്ന, അഥവാ ഇന്ത്യയിലൊക്കെ പക്കാ സ്പേസ് വരുന്ന ലിമോസിൻ ടൈപ്പ്, അഥവാ LWB പറഞ്ഞ ലോങ് വീൽ ബേസ് എന്ന് പറഞ്ഞ മോഡൽ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ആംബുലൻസ് വേർഷൻ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് 123 ആണ്. അപ്പോൾ 124 ആംബുലൻസ് നമ്മളിപ്പോൾ കൊച്ചിയിൽ നമുക്ക് ഒരു വണ്ടി റീസ്റ്റോറേഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളെ പലരും കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അത് നമ്മളെ പ്രൈം മിനിസ്റ്ററിൻ്റെ ആംബുലൻസ് വണ്ടിയായിരുന്നു അത്. അതേപോലെ തന്നെ അത് 124 കേട്ടോ. ഇത് 123 ഞാൻ പറഞ്ഞ ഈ ഒരു മോഡൽ വരുന്നത്. അതും ഇതിലും ആംബുലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് വേറൊരു ഹൈലൈറ്റ് ആണ്. വലിയ ഹെഡ്ലൈറ്റ് ആണ്. നമുക്ക് ഡുവൽ ചാമ്പറാണ്. നമുക്ക് അതിൽ വന്നിട്ടുണ്ടായിരുന്നത് സിംഗിൾ ചാമ്പർ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ഡുവൽ ചാമ്പറാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് സൈഡ് ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. ഇതൊക്കെ ജെന്യൂൻ പാർട്സ് തന്നെയാണ്. ആ മെഴ്സിഡീസ് ബെൻസ് അന്ന് ഇറക്കി അതേ സെയിം പാർട്സ് തന്നെയാണ് ഇപ്പോഴും വണ്ടിയിൽ ഇരിക്കുന്നത്. ഇനി സൈഡിലായിട്ട് വരികയാണെങ്കിൽ സെൻട്രലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ ഗ്രില്ല് കാണാൻ പറ്റും. ക്രോമിയം ഫീലോട് കൂടിയിട്ടുള്ള ഗ്രില്ലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മെഴ്സിഡീസിൻ്റെ 2 ലോഗോ കാണാൻ പറ്റും. 2 ലോഗോ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബമ്പർ നോക്കുകയാണെങ്കിൽ മെറ്റൽ ബമ്പറാണ് വന്നിട്ടുള്ളത്. അത് ക്രോമിയം ഔട്ടർ ലൈനോട് കൂടി അല്ലെങ്കിൽ ക്രോമിയം ഫിനിഷിങ്ങോട് കൂടിയിട്ടൊക്കെയാണ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്പറാണ് ഹൈലൈറ്റ്. KBF 2121 എന്നാണ് ഇതിൻ്റെ നമ്പർ കൊടുത്തിട്ടുള്ളത്. കാരണം വെച്ചാൽ അതൊക്കെ ആ ഒരു ലെജൻഡറി ഫീല് നൽകുന്നുണ്ട് ഈ ഒരു വണ്ടി കാണുമ്പോൾ തന്നെ. പിന്നെ സൈഡിലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഫെൻഡറിൽ നോക്കുകയാണെങ്കിൽ ഒരു നീളത്തിലുള്ള ഫെൻഡറാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ഇവിടെ നിന്ന് തൊട്ടിട്ട് ഒരു ക്യാരക്ടർ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ബാക്ക് എൻഡ് വരെ നമുക്ക് ആ ഒരു ക്യാരക്ടർ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ക്രോമിയം ഒരു ഫിനിഷിംഗ് കൂടി നമുക്ക് ഈ ഒരു സൈഡിൽ ഔട്ടർ ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ വീൽസിലായിട്ട് വരികയാണെങ്കിൽ വീൽസിൽ നമുക്ക് ആ ഒരു പ്ലേറ്റിംഗ് അടക്കം ആ ഒരു വീൽ കപ്പ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് സ്റ്റീലിൻ്റെ പ്ലേറ്റിംഗ് ആണ് വരുന്നത്. അത് മെഴ്സിഡീസ് ബെൻസിൻ്റെ ഒറിജിനൽ സാധനമാണ്. അതിൽ നമുക്ക് ആ മെഴ്സിഡീസ് ബെൻസിൻ്റെ ലോഗോ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 195 17R 14 ഇഞ്ച് ടയേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ അണ്ടർലൈനായിട്ടും നമുക്ക് ഒരു ക്രോമിയം ഔട്ടർ ലൈന് കൊടുത്തിട്ടുണ്ട്. ഇനി മിററിലായിട്ട് വരികയാണെങ്കിൽ ഇതിന് മിററിലെടുത്ത് വരാമെന്ന് വെച്ചാൽ നമ്മൾ ആ 124 കണ്ട പോലെ തന്നെയാണ്. 124 നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ സൈഡിലെ മിറർ അത് വലുതും, അതേപോലെ തന്നെ കോ ഡ്രൈവർ സൈഡിൽ വരുന്ന മിറർ സൈഡ് മിറർ നമുക്ക് ചെറുതുമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടും കറക്റ്റ് സൈസ് തന്നെ വന്നിട്ടുള്ളത് കേട്ടോ. ഇത് രണ്ടും സെയിം സൈസാണ് വന്നിട്ടുള്ളത്. നമുക്കിവിടെ ഈ ഒരു ഔട്ടർ ലൈന് കാണാൻ പറ്റും. ക്രോമിയം ഫിനിഷിംഗ് ആണ്. ഞാൻ എല്ലാ പഴയ വണ്ടികളും വിൻറ്റേജ് വണ്ടികളും എടുക്കുമ്പോൾ റിവ്യൂ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമിയത്തിൻ്റെ അതിപ്രസരമാണെന്ന് പറയാം. കാരണം വെച്ചാൽ ഈ പഴയ വിൻറ്റേജ് വണ്ടികളെ ഹൈലൈറ്റ് ആയാലും നമ്മളെ ആ ഒരു പ്രസൻസ് ആയാലും ഒക്കെ നമുക്ക് ആ ഒരു ക്രോമിയത്തിൻ്റെ കളിയിലാണ്. ഇഷ്ടം പോലെ ഓരോ എലമെൻറ്റിലായിട്ട് നമുക്ക് ഇഷ്ടം പോലെ ക്രോമിയം ഔട്ടർ ലൈൻസ് കൊടുത്തിട്ടുണ്ടാവും. അതൊരു പഴയ വണ്ടികളൊരു ഐക്കോണിക് ആയിട്ടാണെന്ന് പറയാം. ഇപ്പോഴത്തെ വണ്ടികൾ ഫുള്ള് പിയാനോ ബ്ലാക്ക്, ഗ്ലോസി ബ്ലാക്ക് ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് ഇങ്ങനെയായിരുന്നു. ഇനി സൈഡ് ഡോർ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇത് പ്ലാസ്റ്റിക് എലമെൻ്റാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് പ്രസ് ചെയ്തിട്ട് വേണം ഡോറിലോ അൺലോക്ക് ചെയ്യാൻ. നോർമലി നമ്മൾ മെഴ്സിഡീസിൻ്റെ G-Wagon ആയിരുന്നു പറഞ്ഞിരുന്നത് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഭയങ്കര പാടാണെന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ G-Wagon ഒക്കെ ഇതിനായിട്ട് വല്ലാനും വരില്ല. കാരണം വെച്ചാൽ അത്രയ്ക്ക് പണിയാണ് ഇതിൻ്റെ ഡോർ എന്ന് പറഞ്ഞാൽ. ഇത് ഒറ്റ പ്രസ്സിൽ ഓപ്പൺ ചെയ്ത് ഇനി ഇത് അടക്കണമെങ്കിലുള്ള പാട് കേട്ടാ അടയില്ല എത്ര കേട്ടാ. ഈ പ്രസ് ഇത്ര ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഈ ഡോർ അടിയുള്ളൂ. അത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണെന്ന് പറയാം. G-Wagon എപ്പോഴും നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് കളിയാക്കൽ. അപ്പോൾ ഈ ഒരു വണ്ടിക്കാണ് W123 ആ ഒരു കാര്യം കൂടുതൽ വന്നിട്ടുള്ളത്. പിന്നെ ഈ സൈഡിലായിട്ട് വരാൻ നമുക്ക് ഇവിടെയും ക്രോമിയത്തിൻ്റെ ഔട്ടർ ലൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇഷ്ടംപോലെ ക്രോമിയത്തിൻ്റെ ഇതാണ് വന്നിട്ടുള്ളത്. പിന്നെ സൈഡിലാണ് ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് വന്നിട്ടുള്ളത്. ഇതൊരു ഡീസൽ വാഹനമാണ്. അപ്പോൾ അത് എടുത്ത് പറയാനുള്ളതാണ്. ഈ ബാക്കിലായിട്ട് വരികയാണെങ്കിൽ ബാക്കിൽ നമുക്ക് ആ ഒരു ബൂട്ടിൻ്റെ ആ ഒരു സ്പേസ് കാണാൻ പറ്റും. ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കിടക്കുന്ന സ്പേസ് കാണാൻ പറ്റും.
അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ബാക്കിലെ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ അത് ഡീഫോക്കിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട്. അന്നത്തെ കാലത്ത് തന്നെ ഡീഫോക്കിംഗ് സിസ്റ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ വണ്ടിയിൽ. റിയറിലേക്ക് വരുമ്പോഴാണ് ടെയിൽ ലൈറ്റ് ആണ് ഒരു കണക്റ്റിംഗ് ടെയിൽ ലൈറ്റ് എന്ന് പറയാം, പക്ഷേ കണക്റ്റഡ് അല്ല, എന്നാലും ആ ഒരു രീതിയിലാണ് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഡിസൈനും വേറെ ടൈപ്പാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു കട്ടിംഗ് ഒക്കെ വന്നിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇങ്ങനെ കട്ടിങ് വന്നിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഇൻഡിക്കേറ്റർ, സ്റ്റോപ്പ് ലാമ്പ്, റിഫ്ലക്ടർ, റിവേഴ്സ് ലൈറ്റ്, വേറെ സ്റ്റോപ്പ് ലാമ്പ്, അങ്ങനെ പാർക്ക് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും കാണാൻ വന്നിട്ടുള്ളത്. പിന്നെ റിയറിൽ നമുക്ക് മെഴ്സിഡീസിൻ്റെ ലോഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ലോഗോ ആണ് വന്നിട്ടുള്ളത്, കാണാൻ പറ്റും. അത്യാവശ്യം വലിയ ലോഗോ ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. സൈഡിലായിട്ട് വരെ നമുക്ക് 200D എന്നുള്ള ഒരു ബാഡ്ജിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. റിയറിലേക്ക് വരാൻ നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് സ്പ്ലിറ്റ് ആയിട്ടാണ് തുറക്കുക. അപ്പോൾ ഇൻറ്റീരിയറായിട്ട് പോവുകയാണെങ്കിൽ ആദ്യം നമുക്ക് അതിൽ ലെജൻഡറി ഓപ്പൺ ചെയ്യാം. അതാണ് എനിക്കെടുത്ത് പറയാനുള്ളത്. പക്ക ക്ലീൻ സ്പെക്കാണെന്ന് പറയാം, ഒന്നും പുതിയതായിട്ട് മാറ്റിയിട്ടില്ല. കാരണം വെച്ചാൽ എല്ലാ എലമെൻറ്റും അന്നത്തെ അതേ എലമെൻറ്റാണ് വന്നിട്ടുള്ളത്. ഓരോന്നോരോന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് ഹൈലൈറ്റ് സീറ്റാണ്. എന്നുവെച്ചാൽ നല്ല വിടുത്തുള്ള സീറ്റാണ്. അതൊക്കെ എടുത്ത് പറയുന്ന കാര്യം ഭയങ്കര കംഫിയാണ്. കാരണം വെച്ചാൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 50 ചടി പോലും അറിയണില്ല. കാരണം ഇപ്പോഴത്തെ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നോക്കണം, 85 മോഡലാണ്. അപ്പോൾ ആ ഒരു ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിലൊക്കെ അപ്പോൾ അന്നത്തെ കാലത്ത് എന്ത് കംഫർട്ടായിരിക്കും, ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് കംഫർട്ടായി ഫീൽ ചെയ്യണമെങ്കിൽ. പിന്നെ ഫ്ലോർ മാറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ആ റെഡിഷ് ഫീലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് മാനുവലാണ്, ഡീസൽ മാനുവലാണ് വന്നിട്ടുള്ളത്. ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് വരാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് വന്നിട്ടുള്ളത്. ഇത് വലിച്ചിട്ട് റിലീസ് ചെയ്താൽ ഇത് ഹാൻഡ് ബ്രേക്ക് എൻഗേജിങ് ആണ്. അപ്പോൾ ആ ഒരു സംഭവം വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ വന്നിട്ടുള്ളത്. ഇതാണ് വൈപ്പറിൻ്റെ കൺട്രോൾ, അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇതിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ AC വെൻസിൻ്റെ ഡിസൈനാണ്. അത് വല്ലാത്തൊരു ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ നമുക്കിങ്ങനെ ഇതാ കണ്ട ഒരു ഫാൻ്റെ ഒക്കെ ഒരു ടച്ചാണ് ഇതിന് കൊടുത്തിട്ടുള്ള ഡിസൈൻ എന്ന് പറയാം. അപ്പോൾ ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട ഇങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്തിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് ഈ ഒരു സ്റ്റിയറിംഗ് വീലാണ്. 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മെഴ്സിഡീസിൻ്റെ ലോഗോ കാണാൻ പറ്റും സെൻറ്ററിൽ. അപ്പോൾ ഈ ഒരു ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ ക്ലസ്റ്ററിൽ ടാക്കോസ് ഒന്നും വർക്കിംഗ് അല്ല, പ്രോപ്പർ വർക്കിംഗ് അല്ല സൂചികളൊന്നും. അപ്പോൾ നോക്കുകയാണെങ്കിൽ സൈഡിൽ നമുക്ക് എൻജിൻ ടെമ്പറേച്ചർ, മേലെ ഫ്യൂൽ ടാങ്കിൻ്റെ ഗേജ്, അതേപോലെ തന്നെ ഓയിലിൻ്റെ ഗേജ്, അതേപോലെ സ്പീഡോമീറ്റർ 160 ആണ് മാക്സിമം സ്പീഡ് കാണിക്കുന്നത്. സൈഡിൽ നോക്കുന്ന ഒരു ക്ലോക്ക്, ഇത്രയാണ് നമുക്ക് ഈ ഒരു രീതിയിൽ വന്നിട്ടുള്ളത്. താഴെയായിട്ട് നമുക്ക് വാർണിങ്സ് കാര്യങ്ങളും കാണാൻ പറ്റും. ഇവിടെ ഒരു ഇഗ്നീഷൻ്റെ ഒരു വാർണിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. പിന്നെ ഇതിന് ഒറ്റ ഹാൻഡിൽ വന്നിട്ടുള്ളൂ, ഈ ഒരു ഹാൻഡിൽ മാത്രമേ വന്നിട്ടുള്ളൂ, ഇപ്പോഴത്തെ ഹാൻഡിൽ വന്നിട്ടില്ല. സൈഡിലായിട്ട് വരാൻ നമുക്ക് ഇതിൽ ഇതാണ് നമ്മൾ ചാവി പുഷ് സ്റ്റാർട്ട് അങ്ങനത്തെ ഒന്നും സംഭവം ഒന്നല്ല. ഇത് നമ്മൾ തിരിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഞാൻ സൗണ്ട് എന്തായാലും കേൾപ്പിച്ചിട്ടാ, കേൾക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. സൈഡിലായിട്ട് വരാൻ നമുക്ക് സെൻട്രലായിട്ട് വരാൻ നമുക്ക് 2 AC വെൻ്റാണ് വന്നിട്ടുള്ളത് സെൻറ്ററിൽ. അത് നമുക്ക് ഇതാ കണ്ട ഷഫിൾ ചെയ്യാനുള്ള ആ മറ്റേ AC സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് AC മാക്സിമം പിന്നെ സ്പീഡ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴത്തും വരികയാണെങ്കിൽ ഇവിടെയും നമുക്ക് ആ ഒരു AC കൺട്രോൾ തന്നെയാണ് വന്നിട്ടുള്ളത്. താഴത്ത് വരാണെങ്കിൽ നമുക്കൊരു മ്യൂസിക് സിസ്റ്റം കാണാൻ പറ്റും. പഴയ കാസറ്റ് സംഭവം ഇട്ടിട്ടുള്ള ആ ഒരു മ്യൂസിക് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കാസറ്റ് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഇല്ലേ, ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാറ്, സ്ലൈഡ് ചെയ്താൽ നമുക്കിത് ഓപ്പൺ ആവും. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഇരിക്കണേ കാസറ്റുകളൊക്കെയാണ്. ഇതൊക്കെ കാസറ്റാണ് ഇരിക്കുന്നത്. ഇതിട്ടിട്ടാണ് നമുക്ക് മറ്റേ പാട്ട് കേൾക്കേണ്ട പരിപാടി വന്നിട്ടുള്ളത്. ഇത് ലോക്ക് ചെയ്തിട്ട് എന്താണ് ഇത് ലോക്കായി. ഇപ്പോൾ അത്രയാണ് ഇതിൻ്റെ സിസ്റ്റം വന്നിട്ടുള്ളത്. ഇത് ആണ് ഇതിൻ്റെ മാനുവൽ ഗിയർ ബോക്സ് വന്നിട്ടുള്ളത്. ഈ ഒരു സംഭവം പോലും നമുക്കിത് ചേഞ്ച് വരുത്തിയിട്ടില്ല, ഒറിജിനൽ പക്ക ആ സംഭവം തന്നെ വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ വന്നിട്ടുള്ളത്. സെൻട്രലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് വന്നിട്ടുള്ളത്. റൂഫിലോട്ട് എടുത്ത് വരികയാണെങ്കിൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന റെക്സിൻ തന്നെയാണ് ഇപ്പോഴും ഇതിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ടൈപ്പ് സാധനം നമ്മളെ സൺവൈസർ ഇതൊരു പർട്ടിക്കുലർ പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഒറ്റ പാർട്ടല്ല, ഇത് സെപ്പറേറ്റ് പാർട്ട് കണ്ടില്ല, നമ്മളിങ്ങനെ പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സൺവൈസർ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ടൈറ്റാണ്, പയതല്ലേ. പിന്നെ വലിയൊരു നീളത്തിലുള്ള മിററാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്ര നമുക്ക് ഈ ഒരു ഡ്രൈവർ കോക്പിറ്റിൽ നിന്ന് ഇരുന്ന് സംസാരിക്കാനുള്ളത്. ഈ റിയർ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഭയങ്കര സ്പേസസ് ആണെന്ന് പറയാം. എന്നുവെച്ചാൽ നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സീറ്റ് ആയാലും പോലും നമ്മളെ റിയറിലെ സീറ്റ് ഭയങ്കര കംഫർട്ടാണ്. കണ്ടോ കേട്ടോ, ഞാൻ അമർത്തി നോക്കി കണ്ട അങ്ങനെ അമർന്നതാണ്, അത്രയ്ക്ക് സോഫ്റ്റ് ആണെന്ന് പറയാം. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ആയാലും ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല സുഖമുണ്ട് ഇങ്ങനെ തലവടക്കി കൊടുക്കാൻ. പിന്നെ സൈഡിലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഫുള്ള് ആ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഹാൻഡിൽ പോലും നമുക്ക് സോഫ്റ്റ് മെറ്റീരിയലാണ്. സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഇതാണ് ഇതിൻ്റെ ഡോർ ഹാൻഡിൽ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഗ്ലാസ് താഴ്ത്താനും പൊക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. അതിൻ്റെ സാധനം ഇവിടെ വണ്ടിയിൽ തന്നെ ഉണ്ട്, ഇവിടെ നിന്ന് ഇപ്പോൾ മിസ്സിങ് ആയതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡോർ ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സീറ്റിൻ്റെ ബാക്കിലായാൽ പോലും
നമ്മളെ കാൽ തട്ടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റിയ രീതിയിലാണ് ഈ ബാക്ക് പോർഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ. പിന്നെ ഈ ബാക്കിലോട്ട് നമുക്ക് ഹെഡ് റെസ്റ്റ് ഇല്ല, പക്ഷേ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. സെൻറ്ററിൽ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് കാണാൻ പറ്റും. ഇത് ഇവിടെ പിടിച്ചിട്ടാണ് നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഹാൻഡ് റെസ്റ്റിംഗ് സിസ്റ്റം വന്നിട്ടുള്ളത്. അത് പക്കായിട്ട് ഇതിങ്ങനെ കണ്ടോ ഇങ്ങനെ പൊക്കിയെടുത്ത് വെക്കേണ്ട സിസ്റ്റമാണ്. അതിനുള്ളിൽ ലോക്ക് വരുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വന്നിട്ടുള്ളത്. പക്കാവരി അല്ലേ, എന്താ പറയുക, ഭയങ്കര ഫീൽ കിട്ടാ ഈ വണ്ടി കാണുമ്പോൾ തന്നെ. പിന്നെ റൂഫായാലും ഞാൻ പറഞ്ഞു ഇതിൻ്റെ റെക്സിങ് പോലും മാറ്റിയിട്ടില്ല. പിന്നെ ബാക്കിലായിട്ട് വരാൻ നമുക്ക് 2 സ്പീക്കർ സിസ്റ്റം കാണാൻ പറ്റും. അപ്പോൾ ഇത്ര കാലം നമുക്ക് ഒരു ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഇനി ബാക്കി എൻജിൻ സൈഡിലായിട്ട് സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ, കാരണം ഫ്രണ്ട് ഗ്രില്ല് കൊടുക്കാൻ കൂടിയിട്ടാണ് നമുക്ക് ബോണറ്റ് ഓപ്പൺ ആവുക. പിന്നെ ബോണറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ കമ്പി കുത്തി കൊടുക്കുന്ന പരിപാടി, ആ പരിപാടി ഒന്നും അല്ല അന്ന് തന്നെ വന്നിട്ടുള്ളത്. നമ്മൾ ഒറ്റ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടില്ലേ, ഇവിടെ സ്പ്രിങ് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്, ഈ ലോക്ക് സിസ്റ്റം. ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ഇവിടെ ലോക്ക് ആവും. ഇനി ഇത് റിലീസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ. ആ സിസ്റ്റം അവിടെ വന്നിട്ടുള്ളത്. കാരണം നമുക്ക് ഏതൊരാൾക്ക് സുഖമായിട്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്കാണ് പോകും, അവിടെ നിന്നോളും. പിന്നെ ഇത് തുറക്കണമെങ്കിൽ വേറെ സംഭവമുണ്ട്. നമ്മൾ എല്ലാ മെസീരീസിലും കണ്ടിട്ടുണ്ടാവും. പഴയ ഇത് കോ ഡ്രൈവറിൻ്റെ സൈഡിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു ലിവർ വന്നിട്ടുള്ളത്. ആദ്യം അവിടെ പോയിട്ട് അത് വലിക്കണം. എന്നാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ബോണറ്റ് ഗ്രില്ലിൻ്റെ ഇവിടെ നമുക്കൊരു ലിവർ വരും. ആ ലിവർ വലിച്ചാൽ നമുക്കിത് ഓപ്പൺ ആവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ എൻജിൻ റൂം വന്നിട്ടുള്ളത്. പക്കാ ആ പഴയ സംഭവം തന്നെയാണ് ഒക്കെ വന്നിട്ടുള്ളത്. ഒരൊറ്റ സാധനം മാറ്റില്ല എന്ന് പറയാം. പക്ക ഇതൊരു പ്യുവർ സൗണ്ടാണ് കേട്ടോ. കാരണം ഇതൊരു ഡീസൽ വാഹനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ സൗണ്ട് ഭയങ്കര പ്യുവറാണ്. അത് ഞാൻ എന്തായാലും കേൾപ്പിച്ചു തരാം. അങ്ങനെയാണ് ഇതിൻ്റെ ഓണർ കൊണ്ടു നടക്കുന്നത് ഈ വണ്ടി എന്ന് പറയാം. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള എൻജിൻസ് പരിചയപ്പെടുത്താം. 2 ലിറ്റർ വന്നിട്ടുണ്ട്, 2.3 ലിറ്റർ വന്നിട്ടുണ്ട്, 2.5 ലിറ്റർ വന്നിട്ടുണ്ട്, 2.7 ലിറ്റർ. ഇത്രയും പെട്രോൾ എൻജിൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഡീസൽ എൻജിൻ നോക്കുകയാണെങ്കിൽ 2 ലിറ്റർ, 2.2, 2.4, 3 ലിറ്റർ ഇങ്ങനെ ഇത്രയും വകഭേദങ്ങളിലായിട്ട് ഇഷ്ടം പോലെ എൻജിൻ ഈ വാഹനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 4 സ്പീഡ് ഓട്ടോമാറ്റിക്കും അതേപോലെ 4 സ്പീഡ് 4G ട്രോണിക്കിൻ്റെ ഓട്ടോമാറ്റിക്കും വന്നിട്ടുണ്ടായിരുന്നു. അതിന് 2 ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്, 2 വേർഷൻസ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ മാനുവൽ നോക്കുകയാണെങ്കിൽ ഒരു 4 സ്പീഡ് മാനുവലും ഒരു 5 സ്പീഡ് മാനുവലും ആയിട്ട് അങ്ങനെ ഓപ്ഷൻസാണ് വാഹനത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ ബെൻസിനെ കുറിച്ച് പറയാനുള്ളത്. W123 കുറിച്ച് പറയാനുള്ളത്. 1985 മോഡല് മെർസിഡീസ് 123 കുറിച്ചാണ്. W123 കുറിച്ച് നമ്മളിന്ന് പരിചയപ്പെടുത്തിയത്. മറ്റു ചില കിള്ളം വേണ്ടിയിട്ടും കിള്ളം വീടിയിട്ടും വരാം. അതുവരേക്കും ബൈ ബൈ.